ആരോഗ്യത്തിന് വേണ്ടി എപ്പോഴും ദ്വാരക്കണം കേട്ടോ. അതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആരോഗ്യമില്ലാതെ എന്തുണ്ടായിട്ട് കാര്യമുണ്ടോ? മുട്ടും കാലിലാണ്ട് വേദന വന്ന് നടത്തങ്ങോട്ട് മുട്ടിയാൽ പിന്നെ ആർക്ക് ഇത്ര സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് ഒരു ഉദാഹരണം, കണ്ണിൻ്റെ കാഴ്ച അങ്ങോട്ട് പോയി നമ്മൾ ശ്രദ്ധിക്കാതെ ഷുഗർ വന്ന് കണ്ണ് ശ്രദ്ധിക്കില്ല, പിന്നെയും വാരി വലിച്ച് നമ്മൾ ചോറും കാർബോഹൈഡ്രേറ്റ് കൂടിയ ഫുഡ് അടിച്ച് മാറി തിന്നുക. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് വരും. അങ്ങനെ നമ്മൾ തന്നെയാണ് കാഴ്ച കുറക്കുന്നത്. 75 വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 60ാമത്തെ വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച പോയി. പിന്നെ 15 കൊല്ലം കാഴ്ച ഇല്ലാതെ നടക്കേണ്ടി വരും, കണ്ണ് പൊട്ടനെ പോലെ. അത് നമ്മൾ തന്നെ ആക്കിയെടുത്തതാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പല സംഗതികളുണ്ട്. നമ്മളാണ് നമുക്ക് രോഗം വരുത്തുന്നത്. നമ്മൾ തിന്നുന്ന സമയത്ത് ഇത് വിഷം അടങ്ങിയതാണോ, ഇതെൻ്റെ ശരീരത്തിന് നല്ല ആവശ്യമുള്ളതാണോ എന്ന് കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള സമയമായി. ഇനി എവിടുക്കാൻ നമ്മൾ പോകണമെന്ന് അറിയില്ലല്ലോ, എത്ര കാലം വരെ പോകുന്ന ഒരു ഉറപ്പില്ല. നമുക്ക് എത്ര ആയുസ്സുണ്ടെന്ന് ഒരു ഉറപ്പില്ലാതെ ഒരു ബാലൻസിൽ ഇങ്ങനെ പോകാൻ. എവിടെയെങ്കിലൊക്കെ ഒരു വേദന വരുമ്പോഴത്തേന് നമുക്ക് ബേജാറാ, പഠിച്ചനെ വല്ല ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ. കാരണം ഇതിങ്ങനെ കാണുകയാണല്ലോ, എല്ലായിടത്തും രോഗങ്ങൾ പലതും കാണാൻ. ഇനി നമ്മളിങ്ങനെ വാരി വലിച്ച് എല്ലാ കല്യാണത്തിനും സൽക്കാരത്തിനും ഒന്നിങ്ങനെ തിന്ന് നമ്മൾ ആരോഗ്യം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. പല രോഗങ്ങൾ ഇപ്പം നമുക്ക് വന്ന് നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ട്. ഇനി രോഗം വരരുത്, അള്ളാഹു കാക്കുമാറാവട്ടെ. മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട്. 5 വക്ത് നിസ്കാരത്തിന് വുളു എടുക്കുമ്പോൾ ചെറിയൊരു മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 70ഓളം രോഗങ്ങൾ വരില്ല എന്നാണ്. ആ മിസ്വാക്ക് ചെയ്യുന്നത് തന്നെ അറാക്ക് കൊണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഫലമായി സുന്നത്തും കിട്ടും നമുക്ക്. ബ്രഷ് ചെയ്യൽ തന്നെ സുന്നത്താൻ, അറാക്ക് കൊണ്ടാവലും മറ്റൊരു സുന്നത്താൻ, വലത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യൽ മറ്റൊരു സുന്നത്താൻ. അങ്ങനെ പല സുന്നത്തുകളും പല്ല് തേക്കേണ്ട രൂപം വരെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.